ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജിതേഷ്ജിയുടെ വീട്ടിലാണ്. ജിതേഷ്ജി നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുവാണ്. അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ തലവര നിശ്ചയിക്കുന്നത് നമ്മൾ ജനങ്ങളാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് അവരുടെ തല വരയ്ക്കുന്നത് നമുക്ക് നോക്കിക്കളെ. ആരെ വരയ്ക്കണം? നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? പത്തനംതിട്ട. അപ്പോൾ ഇവിടെ തന്നെ തുടങ്ങാം. ആരെങ്കിലും വരച്ചു? ആരാ ഇവിടുത്തെ? അപ്പോൾ എനിക്കൊന്ന് പ്രജിന് താടി ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ താടിക്കാരനായ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി അതായത് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് താടിയുണ്ട്. അതായത് ഒരുപാട് വരച്ചതാ കേട്ടോ. കാര്യം എന്താ വെച്ചാല് ധനകാര്യമന്ത്രിയായിരുന്നു. ഇപ്പൊ ആളെ മനസ്സിലായി. ഇപ്പൊ ആ ഒരു മീശ വന്നു. ഇപ്പൊ ആളിലോട്ട് വരുവാണ്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാ നല്ല രസമല്ലേ? ഇത് കാടല്ല, ജിതേഷ്ജി ഉണ്ടാക്കിയെടുത്ത കാടാണല്ലേ? വീട്ടിലെ കാടാണ്. നമ്മുടെ ഹരിതാശ്രമമാണ്. അപ്പോൾ കാട് വളർത്തുന്ന ഒരു കാർട്ടൂണിസ്റ്റ്. അതെ അതെ അതെ. ഇന്ന് നമ്മൾ സ്ഥാനാർത്ഥികളെ മാത്രമേ ഉള്ളൂ. അതെ 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 അതെ. സ്ഥാനാർത്ഥികളുടെ തലവരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെ അതെ അതെ. ഇതിൽ ആരൊക്കെ ജയിക്കും ആരൊക്കെ തോക്കുമെന്നൊന്നും നമുക്ക് ഒരു പിടുത്തമില്ല. അതെ, ടൈറ്റ് മത്സരമാണ് പത്തനംതിട്ടയിലും. എന്തായാലും ഒരു കൗതുകം. ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇതേ അദ്ദേഹത്തിന്റെ ആ ഡ്രസ്സ് അതുപോലെ തന്നെ ആ ഒരു വെറൈറ്റി. സൂപ്പർ കേട്ടോ. അതെ, എന്നാ ഒറിജിനൽ പക്ക കേട്ടാ. തോമസ് ഐസക് സാർ അടിപൊളി. ജിതേഷ് സൂപ്പർ, ഒന്നും പറയാനല്ല, അടിപൊളി. ഇവിടെ തന്നെ അടുത്ത ആളെ വരക്കാൻ പോവാണ് അല്ലേ? അതെ, നമുക്ക് സമയമില്ല, വളരെ കുറച്ചു പേരെ വരക്കുന്നുള്ളൂ. ഇവിടുത്തെ 3 പേരെ വരക്കാം. ഈ സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പം അനിൽ ആന്റണി കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ അദ്ദേഹത്തെ ലൈവായിട്ട് വരച്ചു. വീട്ടിൽ വരുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാ ആവശ്യം എന്തോ അറിയോ? അവരുടെ എല്ലാം പടം വരയ്ക്കണം. 2 കൈ കൊണ്ട് വരക്കുന്നത്. പത്തനംതിട്ടയിലെ അടുത്ത സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. മുടിയുള്ളവരെ വരയ്ക്കാൻ ഇച്ചിരി കൂടെ താമസമാണ്. മറ്റേയൊക്കെ പെട്ടെന്ന് വരക്കാം. കഷണയാണെങ്കിൽ പെട്ടെന്ന് വരക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ അച്ഛനെ ഞാൻ ഒരുപാട് വരച്ചിട്ടുള്ളതാണ്. നമ്മൾ വരച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. അതെ, നമ്മുടെ പഴയ വീഡിയോകളിലുണ്ട്. AK ആന്റണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. മറ്റേ കാർട്ടൂൺ അല്ല, ഇതെന്താണ്? ഇത് രേഖാചിത്രം. ഇത് ജിതേഷ് മനസ്സിൽ നിന്ന് കേട്ടോ എടുത്ത് വരക്കുന്നത്. ഒരു പടം കണ്ടുകൊണ്ട് വരക്കുമല്ലോ, ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ 2000-ലേറെ ചിത്രങ്ങൾ വ്യക്തികളെ നമുക്ക് മനസ്സിൽ നിന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഡേറ്റ് ഏപ്രിൽ 27 എന്നാണ്. ഏപ്രിൽ 27 വേറൊരു പ്രത്യേകത എന്തോ? എന്റെ ജന്മദിനാണ്. അതെ, പ്രജിന്റെ ബർത്ത്ഡേ. എന്റെ മാത്രമല്ല, ചിക്കൂസിന്റെ ആയാലും എല്ലാവരും ജിതേഷ് ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ പറയും ബർത്ത്ഡേ ഇന്ന ദിവസമല്ല. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അടിപൊളി കേട്ടോ. കറക്റ്റ്. ഇവിടെ അദ്ദേഹം വന്നിരുന്നല്ലേ? അദ്ദേഹത്തെ വരച്ചു, അത് ചാനലിലെല്ലാം കാണിച്ചു. അപ്പൊ ഇതാണ് പടം. ഒപ്പും കൂടി ഇട്ടിട്ടുണ്ട് പടത്തിൽ. അനിൽ ആന്റണിയുടെ ചിത്രം പൂർത്തിയായിരിക്കുന്നു. പെട്ടെന്ന് കേട്ടോ. ഒരു കൂടിപ്പോ 2 മിനിറ്റ് താഴെയല്ലേ അത്ര എടുത്തുള്ളൂ. താടിയുള്ളവരെ മാത്രമേ ഉള്ളൂ 1 മിനിറ്റ് കിടക്കുന്നത്. ബാക്കിയൊക്കെ 10 സെക്കൻഡ് 15 സെക്കൻഡ്. താടിയും മുടിയൊക്കെ വരക്കാനാണ്. മുടിയും കറുപ്പിക്കണമെങ്കിൽ ഇച്ചിരി സമയം. അതെ. അപ്പൊ എല്ലാരും കണ്ടു കഴിഞ്ഞ് ഞാൻ മായ്ക്കുവാണേ. മായ്ക്കാനായിട്ട് വെറും സെക്കൻഡുകൾ. അടുത്ത നിലവിൽ 3 തവണയായിട്ട് MP ആയിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തെ ഞാൻ ലൈവായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അദ്ദേഹത്തിന്റെ മുടി വരച്ചു കഴിഞ്ഞു. ഇനി നേരെ പിരിയോ അല്ലേ? പുരികത്തിലോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഭാഗം ക്ലിയർ ആയി. അങ്ങോട്ട് പോവാണ്. നമ്മുടെ ആന്റണി സാർ അല്ലേ? അതെ, 3 തവണ MP ആയിരുന്നു. 3ാമത്തെ ആളെ വരച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത എന്താണ്? അടുത്തത് ഏറ്റവും ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു സ്ഥലം. തലസ്ഥാനമൊക്കെ ആയിരിക്കും തിരുവനന്തപുരം. എന്തോ മത്സരം, അങ്ങോട്ട് ത്രികോണ മത്സരം. അവിടെ നമുക്ക് ആരാണ് ആദ്യം വരക്കുന്നത്? ആദ്യം വരയ്ക്കുന്നത് എന്റെ വീട്ടിൽ വന്ന് എന്റെ ചിത്രത്തിന് മോഡലായിട്ടുള്ള വ്യക്തിയെ വരയ്ക്കാം. ആരായിരിക്കും എന്നറിയോ? അറിയില്ല. എനിക്ക് മുടിയൊക്കെ നീട്ടി വളർത്തിയവരെ വരയ്ക്കാൻ എളുപ്പമാണ്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് പെയിന്റ് ആവും. ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്റെ അച്ഛൻ മരിച്ചപ്പോഴും ഒക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനുമായിട്ട് നല്ല വരക്കണോ ചോദിക്കട്ടെ. അതെ, പന്യൻ സഖാവിനെയാണ്. നല്ല സത്യസന്ധരായ ഒരു മനുഷ്യനാണ്. തിരുവനന്തപുരത്ത് അതുപോലത്തെ ഒരു മത്സരമാണ് നടക്കുന്നത്. ഭയങ്കര മത്സരമാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്തയെ കണ്ടായിരുന്നു. നമ്മളെല്ലാരും കണ്ടാണ്. കാന്തല്ലൂര് ഇന്ത്യയിലെ ഒരു മനോഹരമായ അല്ലെ പഞ്ചായത്ത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം പഞ്ചായത്ത് കാന്തല്ലൂര്. നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. നല്ല സ്ഥലമാണ്. ഭയങ്കര. അവിടുത്തെ ബ്രാൻഡ് അംബാസഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ്ജിയാണ്. ജിതേഷ് അതിന്റെ ഒന്ന് പറയാം. അത് ഇങ്ങോട്ട് നോക്കിയിട്ട്. കാന്തല്ലൂർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജായിട്ട് വില്ലേജ് ഗോൾഡ് പുരസ്കാരം കിട്ടി. അപ്പോൾ അവിടുത്തെ ആ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസഡറായിട്ട് ആദ്യത്തെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസഡറായിട്ട് അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയും എല്ലാം കൂടി എന്നെ തെരഞ്ഞെടുത്തു. വലിയൊരു സന്തോഷമാണ്. നമ്മളെ വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് ഇതായി പോയി. അപ്പോൾ കാന്തല്ലൂർ ഫെസ്റ്റിനും ഞാൻ പോകുന്നുണ്ട്. എൻ്റെ സ്റ്റേജ് ഷോ ഉണ്ട്. സ്വന്തമായിട്ടൊരു വീട് പോലും വെച്ചിട്ടില്ല അദ്ദേഹം.
ഇദ്ദേഹം ഒരു അഴിമതിയില്ല, സത്യസന്ധനായ മനുഷ്യനാണ്. അദ്ദേഹത്തെ വരക്കുവാണ്, മുടിയാണ് അല്ലേ, മുടിയാണ് പന്ന്യൻ സഖാവിന്റെ. അദ്ദേഹം മുടി നീട്ടി വളർത്തുന്നതിന്റെ പിന്നിലും കഥയുണ്ട്. പണ്ട് ഏതോ പോലീസുകാരൻ SI എല്ലാവരെയും മുടി നീട്ടി വളർത്തുന്നവരെ പിടിച്ചടിക്കുകയും മുടി നിർബന്ധമായിട്ട് മുറിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് പന്ന്യൻ സഖാവ് ആ പോലീസ് SIയിൽ പ്രതിഷേധിച്ചിട്ടാണ് അയാളുടെ ആ പ്രവർത്തനം ഇപ്പോഴും വളർത്തുന്നത്. അദ്ദേഹം അതിൽ പ്രതിഷേധിച്ച് മുടി അങ്ങ് നീട്ടി വളർത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എൻ്റെ മുടിയൊന്ന് മുറിച്ച് കാണിക്കട എന്നുള്ള മട്ടിൽ ആ ഒരു പ്രതിഷേധം. 3 സ്ഥാനാർത്ഥികളെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ തിരുവനന്തപുരത്തെ. പക്ഷേ ഇദ്ദേഹം വളരെ വ്യത്യസ്തനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. കൊള്ളാം കേട്ടോ, ഒരു രക്ഷയില്ല. കറക്റ്റ്. ഇത് രേഖാചിത്രമാണോ കാർട്ടൂണാണോ? ഇത് രേഖാചിത്രം. അപ്പേ വരച്ചതിനൊക്കെ എളുപ്പമാണ് മായ്ക്കാനായിട്ടല്ലേ. എന്തും കെട്ടിപ്പൊക്കാനാണ് പാട്, പൊളിച്ച് കളയാൻ അതുപോലെയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് മായ്ക്കാൻ പറ്റും, പെട്ടെന്ന് മായ്ച്ചു കേട്ടോ. അടുത്ത് നമുക്ക് ഒരു വിശ്വപൗരനെ വരച്ചാലോ? അതാരാണ് വിശ്വപൗരനാരാ കേരളത്തിൽ? ശശി. അമണ്ടൻ ഇംഗ്ലീഷുമായിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. ശശി തരൂർ. ശശി തരൂർ അല്ലേ? അദ്ദേഹത്തെ വരക്കാം. അദ്ദേഹത്തെ കാണാം നമുക്ക്. തിരുവനന്തപുരത്തിന്റെ വിശ്വപൗരനാണ്. അദ്ദേഹത്തെയാണ് വരക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ വരയ്ക്കാനാണ് പ്രധാനപ്പെട്ട പാർട്ടികളുടെ തന്നെ 20 മണ്ഡലത്തിലായിട്ട് 60 സ്ഥാനാർത്ഥികളുണ്ട്. 60 പേരെ എനിക്ക് വരയ്ക്കാൻ നോക്കും, ഒരു വിഷയമില്ല. പക്ഷെ നമുക്ക് വീഡിയോയിൽ എന്തായാലും അത്രയും പേരെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ശശി തരൂരിനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം അല്ലേ? നമ്മുടെ പുതിയ തലമുറയുടെ ഒക്കെ ആഗ്രഹം. മറ്റേ ജിതേഷ് ഇംഗ്ലീഷ് ക്ലാസ് നടത്തും. അതെ, ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് നടത്തും. ഓൺലൈനായിട്ട് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് ജിതേഷ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഈ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് അതും. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. If you wish to speak English like a native English speaker, you please join. If you spend at least half an hour with me, you can witness a remarkable change in your English speaking ability. Join with me. വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അല്ലേ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. I'm a huge fan of Shashi Tharoor. കൊള്ളാം. His writing, his English, everything is superb. ജിതേഷ് ജി ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഇനി പ്രേക്ഷകർ കാണുക, അഭിപ്രായം കമൻ്റ് ഇടുക. മായ്ച്ചോട്ടെ. അപ്പോൾ അത് മായ്ക്കുവാണേ. മായ്ക്കാനായിട്ട് എളുപ്പമാണ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ. മായ്ക്കാൻ പോവാണ്. ഇദ്ദേഹത്തിന് മുടിയുണ്ടല്ലേ അത്യാവശ്യം. രാജീവ് ചന്ദ്രശേഖരൻ നല്ല കിഡു ഇംഗ്ലീഷും അതുപോലെ എന്താണ് ഒരു ടെക്കിയാണ് അല്ലേ. ഈ വരക്കുന്നതിലൊക്കെ നമ്മൾ പല സ്ഥലത്തായിട്ട് വരക്കും. ആരാണ് മുന്നിലെത്തുന്നതെന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം അല്ലേ. നമുക്കെല്ലാവരോടും ഒരേ അതെ 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 ഇഷ്ടം തന്നെയാണ്. സമദൂരമാണ് നമ്മുടെ രീതി. അതെ, കാർട്ടൂണിസ്റ്റ് എപ്പോഴും സമദൂരമായിട്ടിരിക്കാനേ കഴിയത്തുള്ളൂ. ഈ 2000-ലേറെ മുഖങ്ങൾ മാത്രമല്ല, 365 ദിവസങ്ങളുടെ പ്രത്യേകതകളും എല്ലാം പറയും. അതുപോലെ 300-ലേറെ വർഷങ്ങളുടെ പ്രത്യേകത. ഈ വരയരങ്ങ് എന്ന് പറഞ്ഞാൽ വെറുതെ പടം വര മാത്രമല്ല, അതെ, ഈ PSC അല്ലെ, ഈ ജനറൽ നോളജ് പഠിപ്പിക്കലും കൂടിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ഇപ്പോൾ ഒരു കൗതുകമുള്ളത്, PSCയിലെ പല ക്വസ്റ്റിനകത്തും എന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ചോദിച്ചു, വരയരങ്ങ് ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങിന്റെ ആവിഷ്കർത്താവിന്റെ പേരെന്ത്? അങ്ങനെ ചോദിക്കും. അദ്ദേഹത്തിന്റെ ചെവി വന്നു. ഇപ്പോൾ ഇലക്ഷൻ സമയമായിട്ട് എല്ലാവരും ഷാള് ഇങ്ങനെ ദേഹത്ത് വിട്ടും. ഈ കാർട്ടൂണായിട്ട് വരയ്ക്കുമ്പോഴേ ഇതിപ്പോൾ എന്താണ്ട് ഒരു കാരിക്കേച്ചർ രീതിയില്ല, ഞാൻ ശരീരം ഇച്ചിരി ചെറുതാക്കി വരയ്ക്കാൻ പോവാം. ഇങ്ങനെ ഷാളിട്ടു, തല വലുതാക്കിയും ശരീരം ചെറുതാക്കിയും വരച്ചു. അതെന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാരിക്കേച്ചറിങ്. ഇത് ഷാളാണ് കേട്ടോ. ഞാൻ ആദ്യം ഓർത്ത് കയ്യാന്ന്, ഇപ്പോഴും മനസ്സിലായ ഷാളാണിത്. സ്പീഡ് സ്കെച്ച്. ഈ പടങ്ങളൊക്കെ നിസ്സാര സമയം കൊണ്ട് കേട്ടോ വരക്കുന്നത്. 1 മിനിറ്റ് 2 മിനിറ്റ് താഴേക്ക് എടുത്താണ് പടങ്ങൾ വരക്കുന്നത്. ജിതേഷ് ജി അടിപൊളി, ഒന്നും പറയാനല്ല, സൂപ്പർ. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ മായ്ക്കുന്ന പരിപാടി. ഇങ്ങനെ നിൽക്കുക. അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ വരച്ച് പിരിവൊക്കെ വരുവാണ്. ഇപ്പം തന്നെ മറ്റേ കണ്ണൊക്കെ വരും. ഇത്രയും വരച്ചപ്പോൾ തന്നെ ആരാന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കണ്ണ് വരക്കുവാണ്. നരച്ചൊരു താടിയൊക്കെ വെച്ച് വരുന്ന ആ ഒരു ഇതാണ്. സുരേഷ് ഗോപി അദ്ദേഹത്തെയാണ് വരക്കുന്നത്. അദ്ദേഹം എനിക്ക് ലൈവായിട്ട് വരയ്ക്കാനായിട്ട് മോഡലായിട്ട് നിന്നിട്ടുണ്ട്. ഒരു രോദനം, അച്ഛൻ്റെ രോദനം എന്നൊക്കെ ഓർമ്മ വരും അല്ലേ. ഹിറ്റ് ഡയലോഗൊക്കെയാണ് പറഞ്ഞത്. ഒരു കാർട്ടൂൺ ചിത്രമാണ്. ഈ കഴിഞ്ഞ ദിവസം കൊച്ചി പോയപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനൊക്കെ എനിക്ക് സന്തോഷമൊക്കെ സാധിച്ചു. ഇതാണ് അപ്പോൾ അദ്ദേഹത്തെ വരച്ചതാണ്. ജിതേഷ് അടുത്ത ആരാണ് വരക്കുന്നത്? അടുത്തത് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഒരു താരം തന്നെയാണ്. തൃശ്ശൂർ വെറും താരമല്ല, തൃശ്ശൂർ അദ്ദേഹം വന്നതോടുകൂടി
കഥ മാറി, ശക്തമായ മത്സരമായി മാറി. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ മുഖ്യമന്ത്രി, 4 തവണ കേരളം ഭരിച്ച മുഖ്യമന്ത്രി സാക്ഷാൽ കെ കരുണാകരൻ്റെ മകനാണ്. അദ്ദേഹത്തെ ദുബായിൽ വെച്ച് ഞാൻ ഈ സമീപകാലത്ത് ലൈവായിട്ട് വരച്ചിട്ടുണ്ട്, മോഡലായിട്ടുണ്ട് അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിലെ കാർട്ടൂണിസ്റ്റുകൾ ഒരുപാട് വരച്ചിട്ടുള്ളൊരു മുഖമാണ്. ഒരു പ്രത്യേക ഷേപ്പാണ്. അതെ അതെ, മുഖത്തിന് ഒരു പ്രത്യേക ഷേപ്പുമാണ്. അതിപ്പോൾ കണ്ണൊക്കെ വന്നപ്പോൾ കറക്റ്റ്. അതെ, മുരളീധരൻ സാറിനാണ് വരച്ചിരിക്കുന്നത്. അതെ, നേരത്തെ ആര് ജയിക്കുമെന്ന് ഒരു തരത്തിലും പറയാനൊക്കാത്ത മത്സരമാണ് കേട്ടോ. നമ്മുടെ നേരത്തെ ശരിക്കും സുനിൽകുമാർ സാറല്ലേ? അതെ, അദ്ദേഹത്തെ കൂടി വരക്കാം. മുൻ കൃഷിമന്ത്രി ആയിരുന്നു. അപ്പോൾ അതെ, ഇതാണ് മുരളീധരൻ സാറിനെ വരച്ചിട്ടുണ്ട്. അടിപൊളി. അടുത്ത സുനിൽകുമാർ സാറിന്. അതെ, അതും കൂടി വരച്ചാൽ ഏകദേശം നമുക്കൊന്ന് അല്ലേ, കാര്യം വരക്കാനാണ് എല്ലാവരും വരക്കേണ്ടി വരും. തൃശ്ശൂരത്തെ അടുത്ത ആളെ വരക്കുവാണ്. അതെ, തൃശ്ശൂരിലെ 3 സ്ഥാനാർത്ഥികളാണ്. അതിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുൻ കൃഷിമന്ത്രിയാണ്. ഇനിഷ്യൽ രസമാണ്, VS എന്നാണ് ഇനിഷ്യൽ. VS ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഇലക്ഷൻ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ അവരുടെ പേരും VS ഇനിഷ്യൽ ഉള്ളവരാണ്. VS രമാദേവിയാണ്. കർണാടകത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ VS രമാദേവിയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ വരക്കുവാണ് സുനിൽകുമാർ സാറിനെ. അദ്ദേഹത്തിന് താടിയൊക്കെ വന്നത് ഇപ്പോൾ മുഖത്തിൻ്റെ ഷേപ്പ് വരക്കാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വരക്കുവാണ്. തൃശ്ശൂരിൻ്റെ സ്വന്തം സുനി എന്നാണ് ആളുകൾ ഒക്കെ വിളിക്കുന്നത്. AYF-ൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അതും ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമല്ലേ രാഷ്ട്രീയത്തിൽ, ആ ഒരു ഇതാണ് വരച്ചിരിക്കുന്നത്. കണ്ടാ, അടിപൊളി. ജിതേഷ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് പടങ്ങളെല്ലാം വരച്ചത്. 2000-ലധികം ചിത്രങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്ത് സെക്കൻഡുകൾ കൊണ്ട് വരക്കുന്ന അതിവേഗ കാർട്ടൂണിസ്റ്റായ ഡോക്ടർ ജിതേഷ് ജിയുടെ കൂടെ കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. സ്ഥാനാർത്ഥികളുടെ തലവരെയാണ് നമ്മൾ കണ്ടത്. അതെ അതെ, തലവര തീരുമാനിക്കേണ്ടത് ഞാനല്ല. അതെ അതെ, ജനങ്ങളാണ്, വോട്ടേഴ്സാണ്. ആര് ജയിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതെ, നമ്മളിവിടെ പെട്ടെന്ന് വരയ്ക്കാവുന്ന കുറച്ച് ചിത്രങ്ങൾ വരച്ചു. ഓക്കെ, അത് സെക്കൻഡുകൾ കൊണ്ടാണ് വരച്ചത്. ഓക്കെ.